ജീവൻ മുക്തി വിവേകം വാസനാക്ഷയ പ്രകരണം ഓഡിയോ ബുക്ക് തുടരുന്നു. ചിദ്വാസനാഭ്യാസം. വാസനാക്ഷയം നേടി വിവേകം നിലനിർത്തേണ്ട അഭ്യാസക്രമമാണല്ലോ നാം ഇതുവരെ വിവരിച്ചത്. ഇങ്ങനെ വിവേക വിചാരം കൊണ്ടും ഇന്ദ്രിയ നിരോധം കൊണ്ടും മനസ്സിനെ ഉപശമിപ്പിക്കണം. ദീർഘകാലം ഇടവിടാതെ ശ്രദ്ധാപൂർവം അഭ്യസിച്ചാലേ ഇത് സാധ്യമാവൂ. അഭ്യാസം ദൃഢപ്പെടുന്നതോടെ മൈത്രി, കരുണ, മുദിത, ഉപേക്ഷ തുടങ്ങിയ ദൈവീ വാസനകൾക്ക് സ്ഥിരപ്രതിഷ്ഠ ലഭിക്കും. അതോടെ ആസുരസമ്പദ്രൂപങ്ങളായ മലിനവാസനകൾ ക്ഷയിക്കുകയും ചെയ്യും. തുടർന്ന് ശ്വാസോച്ഛ്വാസം പോലെയും കണ്ണടച്ച് തുറക്കുന്നതുപോലെയും മൈത്ര്യാദി ശുദ്ധവാസനകൾ പുരുഷപ്രയത്നം കൂടാതെ തന്നെ സ്വാഭാവികമായി പ്രവർത്തിച്ചു തുടങ്ങും. ഒരിക്കൽ കൂടി വായിക്കാം. തുടർന്ന് ശ്വാസോച്ഛ്വാസം പോലെയും കണ്ണടച്ചു തുറക്കുന്നത് പോലെയും മൈത്ര്യാദി ശുദ്ധവാസനകൾ പുരുഷപ്രയത്നം കൂടാതെ തന്നെ സ്വാഭാവികമായി പ്രവർത്തിച്ചു തുടങ്ങും. അങ്ങനെ ദൈവീ സമ്പദ് രൂപമായ ശുദ്ധവാസനയിൽ നിന്നും വ്യതിചലിക്കാതെ ലോകവ്യവഹാരം തുടരാം. ഇനിയും വേണ്ടത് ചിന്മാത്ര വാസനാഭ്യാസം കൊണ്ട് ശുദ്ധവാസനകളെയും ജയിക്കുകയാണ്. അതിനായി ശുദ്ധവാസനകൾ പ്രവർത്തിക്കുമ്പോൾ അവയുടെ വിജയ അപജയങ്ങളിൽ ചിത്തം ഉദാസീനമായി തീരണം. പ്രവർത്തനം പൂർണ്ണമായി ഫലിച്ചുവോ, എന്തെങ്കിലും കേടുപാടുകൾ പറ്റിയോ എന്നിത്യാദി ചിന്തകൾ ചിത്തത്തിൽ നിന്നും ഉപേക്ഷിക്കണം. എന്നാൽ ഉറക്കമോ ആലസ്യമോ മനോരാജ്യമോ ചിത്തത്തെ പിടികൂടാൻ അനുവദിക്കുകയുമരുത്. ചിത്തത്തിൻ്റെ ഈ രൂപത്തിലുള്ള ചേഷ്ടകളെയെല്ലാം ഉപശമിപ്പിച്ച് ചിദ്വാസന അഭ്യസിക്കണം. ബോധസ്വരൂപമായ സത്യവസ്തുവിലെ മായാകാര്യമാണ് പ്രപഞ്ചം. പ്രത്യക്ഷത്തിൽ തന്നെ പ്രപഞ്ചത്തിൽ രണ്ട് ഘടകങ്ങളെ കാണാനുള്ളൂ. ബോധവും ജഡവുമാണ് ഈ രണ്ട് ഘടകങ്ങൾ. ബോധമല്ലാത്തതൊക്കെ ജഡം. ജഗത്ത് മുഴുവൻ ബോധജഡങ്ങളുടെ കൂടിക്കലർപ്പാണ്. പഞ്ചേന്ദ്രിയങ്ങൾ കൊണ്ടറിയപ്പെടുന്ന ശബ്ദസ്പർശ രൂപരസഗന്ധങ്ങളാണ് ജഡങ്ങൾ. ഏതു ജഡത്തെ വിശകലനം ചെയ്താലും അത് ശബ്ദസ്പർശ രൂപരസഗന്ധങ്ങളിൽ ഉൾപ്പെടും. ഇന്ദ്രിയങ്ങൾക്ക് ഈ ബാഹ്യജഡങ്ങളെ മാത്രമേ കാണാൻ കഴിയൂ. പരാഞ്ചിഖാനി വ്യതൃണത് സ്വയംഭൂഹു എന്ന കഠോപനിഷദ് വാക്യം ഈ രഹസ്യമാണ് വെളിപ്പെടുത്തിയിരിക്കുന്നത്. പുറമേയുള്ള വിഷയങ്ങളെ മാത്രം തേടി പുറപ്പെട്ട ഇന്ദ്രിയങ്ങളെ ജഗദീശ്വരൻ ശിക്ഷിച്ചു. അതുകൊണ്ട് അവയ്ക്ക് ആത്മാവിനെ ദർശിക്കാൻ കഴിയില്ല. എങ്കിലും ഇന്ദ്രിയ പ്രവർത്തനത്തിനും ജഡദർശനത്തിനും മൂലകാരണമായ ബോധത്തെ മാറ്റി നിർത്താൻ ആർക്കും കഴിയുന്നതല്ല. തമേവ ഭാന്തം അനുഭാതി സർവം തസ്യ ഭാസ സർവമിദം വിഭാതി. അനുഭാവത്തോടെ സ്വയം പ്രകാശിച്ചു വിളങ്ങുന്ന ബോധത്തെ പിന്തുടർന്നാണ് മറ്റെല്ലാം പ്രകാശിക്കുന്നത്. ബോധസ്വരൂപനായ ഈശ്വരൻ്റെ പ്രകാശം ഏറ്റുവാങ്ങി മറ്റെല്ലാം പ്രകാശിക്കുന്നു എന്ന് കഠോപനിഷത്തും പ്രഖ്യാപിക്കുന്നു. ബോധം ആദ്യമേ സ്വയം പ്രകാശിപ്പിച്ചില്ലെങ്കിൽ ജഡമൊന്നും ഉള്ളതായിത്തീരുകയില്ല എന്ന് ചുരുക്കം. അതുകൊണ്ട് ബോധത്തെ പിന്തുടർന്നു മാത്രം പ്രകാശിക്കുന്ന ജഡങ്ങൾ നേരത്തെ സ്വയം പ്രകാശിച്ചു നിൽക്കുന്ന ബോധത്തിൽ തന്നെയുള്ള കാഴ്ചകളാണെന്ന് തീർച്ച. ഇക്കാര്യം ഉറച്ച ജഡങ്ങൾക്ക് പ്രത്യേകം വസ്തുസത്തയില്ലെന്നും ചൈതന്യം മാത്രമാണ് സത്യമെന്നും കാണണം. ഇക്കാര്യം ഉറച്ച് ജഡങ്ങൾക്ക് പ്രത്യേകം വസ്തുസത്തയില്ലെന്നും ചൈതന്യം മാത്രമാണ് സത്യമെന്നും കാണണം. അങ്ങനെ കാണപ്പെടുന്നതൊക്കെ ചിത്ത് അഥവാ ബോധം മാത്രമാണെന്ന് അനുഭവിക്കാൻ ചിത്തത്തെ പഠിപ്പിക്കണം. ഇതാണ് ചിന്മാത്ര വാസന അഭ്യാസം. വാസിഷ്ഠത്തിൽ മഹാബലിക്ക് ഗുരുവായ ശുക്രൻ ഇക്കാര്യം സ്പഷ്ടമായി വെളിപ്പെടുത്തി കൊടുക്കുന്നു. ഒരു ദിവസം ബലി ഗുരുവിനെ സന്ദർശിച്ച് ചില സംശയങ്ങൾ ഉന്നയിച്ചു. ഇവിടെ വാസ്തവത്തിലുള്ളതെന്ത്?
ഏത് ഏക വസ്തുവാണ് ഈ പ്രപഞ്ചമായി കാണപ്പെടുന്നത്? ഈ പ്രപഞ്ചത്തിൽ നിറഞ്ഞു നിൽക്കുന്നത് എന്ത്? അങ്ങ് ആര്? ഞാൻ ആര്? ഈ കാണപ്പെടുന്ന ജീവജാലങ്ങളൊക്കെ ആര്? ശുക്രൻ മറുപടി നൽകി, ചിദിഹാസ്തീഹ ചിന്മാത്രമിദം ചിന്മയമേവ ച ചിത്വം ചിദഹമേതേ ച ലോകാശ്ചിദിതി സംഗ്രഹഃ. ഇവിടെ ഉള്ളത് ചിത്താണ്. ചിത്തു മാത്രമേയുള്ളൂ. ഈ ലോകം ചിത്തിനാൽ നിറയ്ക്കപ്പെട്ടിരിക്കുന്നു. നീ ചിത്താണ്, ഞാൻ ചിത്താണ്, ഈ കാണുന്ന ജീവജാലങ്ങളൊക്കെ ചിത്താണ്. സ്വർണം വിലയ്ക്ക് വാങ്ങുന്നയാൾ ഒരു സ്വർണ്ണവള മേടിക്കുമ്പോൾ വളയുടെ ആകൃതിക്കുള്ള ഗുണദോഷങ്ങൾ പരിഗണിക്കുന്നതേയില്ല. അയാൾക്ക് സ്വർണം മാത്രമാണ് ആവശ്യം. അതുകൊണ്ട് വളയുടെ തൂക്കത്തിലും നിറത്തിലും മാത്രമേ അയാൾ ശ്രദ്ധ പതിപ്പിക്കുന്നുള്ളൂ. അതുപോലെ പൂർണ്ണ സത്യം കാണാൻ കൊതിക്കുന്നയാൾ എവിടെ നോക്കിയാലും ജഗത് കാരണമായ ചിത്തിനെ മാത്രം കാണാൻ യത്നിക്കേണ്ടതാണ്. എത്ര കാലം ഈ യത്നം തുടരണം? ജഡനാമരൂപങ്ങളെ സർവഥാ ഉപേക്ഷിച്ച് മനസ്സ് ചെന്നു പറ്റുന്നിടത്തൊക്കെ ചിത്തിനെ മാത്രം കാണാൻ സമർത്ഥമായി തീരണം. ഇത് ശ്വാസോച്ഛ്വാസം പോലെ മനസ്സിൻ്റെ സ്വഭാവമായി മാറണം. അതുവരെ ചിന്മാത്ര വാസനാഭ്യാസത്തിൽ യത്നം തുടരേണ്ടതാണ്. ചിദ്വാസനാദാർഢ്യം. ഒരു സത്യജിജ്ഞാസുവിന് ആദ്യമേ തന്നെ ചിദ്വാസന അഭ്യസിക്കാമല്ലോ. അതുകൊണ്ട് മലിനവാസനകൾ മാറിക്കിട്ടുകയില്ലേ? പിന്നെ എന്തിനാണ് ഇടയ്ക്ക് മൈത്ര്യാദി ശുഭവാസനകൾ പ്രത്യേകം അഭ്യസിക്കണമെന്ന് ആവശ്യപ്പെട്ടത്? ഒരിക്കൽ കൂടി വായിക്കാം. ഒരു സത്യജിജ്ഞാസുവിന് ആദ്യമേ തന്നെ ചിദ്വാസന അഭ്യസിക്കാമല്ലോ. അതുകൊണ്ട് മലിനവാസനകൾ മാറിക്കിട്ടുകയില്ലേ? പിന്നെ എന്തിനാണ് ഇടയ്ക്ക് മൈത്ര്യാദി ശുഭവാസനകൾ പ്രത്യേകം അഭ്യസിക്കണമെന്ന് ആവശ്യപ്പെട്ടത്? മൈത്ര്യാദി ശുഭവാസനകൾ നേരത്തെ അഭ്യസിച്ചുറച്ചില്ലെങ്കിൽ ചിദ്വാസന ഉറയ്ക്കാതെ പോയേക്കും. അടിസ്ഥാനത്തിന് ഉറപ്പില്ലാതെ കെട്ടിപ്പൊക്കുന്ന ചുവരും തൂണുകളും ഇടിഞ്ഞു വീഴുമെന്ന് പറയേണ്ടതില്ലല്ലോ. വയറിളക്കി പ്രബല ദോഷങ്ങളെ പുറത്തു കളയാതെ സേവിക്കുന്ന ഔഷധം ഒരിക്കലും രോഗം ഭേദമാക്കുകയില്ലെന്നറിഞ്ഞുകൂടെ? ചിന്മാത്ര വ്യാസനയും ഉപേക്ഷിക്കപ്പെടേണ്ടതാണെന്ന് നേരത്തെ പറഞ്ഞുവല്ലോ. അതെങ്ങനെ ശരിയാകും? ചിന്മാത്രത്തെ വെടിഞ്ഞാൽ പിന്നെ സ്വീകരിക്കാൻ മറ്റൊന്നും കാണുകയില്ലല്ലോ. ഈ സംശയം സാരമില്ല. ചിന്മാത്ര വാസന രണ്ടു തരത്തിലുണ്ട്. മനസ്സ്, ബുദ്ധി എന്നീ ഉപകരണങ്ങളെ ആശ്രയിക്കുന്നതും അവയെ പുറന്തള്ളിയതും. വാസനയെ നിലനിർത്തുന്ന കാരണമാണ് മനസ്സ്. ഈ കാരണത്തെ ആശ്രയിച്ച് വാസനയെ അനുഭവിക്കുന്ന കർത്താവാണ് ബുദ്ധി. ഞാൻ സംസാരമോഹത്തിൽ വഴുതി വീഴാതെ ഏകാഗ്രമായി മനസ്സുകൊണ്ട ചിത്തിനെ മാത്രം ഭാവന ചെയ്യുന്നു എന്നിങ്ങനെ കർത്തൃകരണങ്ങളെ അനുസന്ധാനം ചെയ്തുകൊണ്ടുള്ള ചിന്മാത്ര വാസന അഭ്യാസം തന്നെയാണ് ധ്യാനമെന്ന് അറിയപ്പെടുന്നത്. ക്രമേണ അഭ്യാസദാർഢ്യം കൊണ്ട് ഇതിനെ ഉപേക്ഷിക്കണം. തുടർന്ന് കർത്തൃത്വാദി അനുസന്ധാനം വെടിഞ്ഞുള്ള ചിന്മാത്ര അനുഭവം സ്വായത്തമായി തീരും. ഇതിൻ്റെ പേരാണ് സമാധി. ധ്യാനത്തെയും സമാധിയെയും പതഞ്ജലി ഇങ്ങനെ വിവരിക്കുന്നു. തത്ര പ്രത്യയൈകത്താനതാ ധ്യാനം. ഇഷ്ടദേവതാരൂപത്തിലോ ബോധാനന്ദ സ്വരൂപമായ ആത്മാവിലോ ചിത്തം ഉറച്ചു കഴിഞ്ഞാൽ തുടർന്ന് ആ ബോധത്തിൽ കുറേ നേരം മാറാതെ വർത്തിക്കാൻ കഴിയുമെന്നതാണ് ധ്യാനം. തദേവാർത്ഥമാത്ര നിർഭാസം സ്വരൂപശൂന്യമിവ സമാധി. ആ ധ്യാനം തന്നെ ജീവസ്വരൂപമായ കർത്തൃകാരണഭാവം അസ്തമിച്ച് ധ്യേയവസ്തു മാത്രമായി അവശേഷിക്കുന്നതാണ് സമാധി. ഈ സമാധി ദീർഘകാലം ഇടവിടാതെ ശ്രദ്ധാഭക്തി സമന്വിതം അഭ്യസിച്ച് ദൃഢപ്പെടുത്തണം. സമാധി സ്ഥിരത കൈവന്നാൽ കർത്തൃകരണബോധം വെടിയാനായി ചെയ്യുന്ന പ്രയത്നവും ഉപേക്ഷിക്കാം. അപ്പോൾ കർത്തൃകരണബോധം വെടിയാൻ വേണ്ട പ്രയത്നം വെടിയാൻ വീണ്ടും പ്രയത്നം വേണ്ടി വരില്ലേ?
ഇങ്ങനെയൊരു പ്രയത്നത്തെ വെടിയാൻ വേറൊരു പ്രയത്നം വേണമെന്ന് വന്നാൽ ഇതെവിടെയാണ് അവസാനിക്കുക? അങ്ങനെ ശങ്കിക്കാനില്ല. തേറ്റാമ്പൽ പൊടി വെള്ളത്തിലിട്ടാൽ അത് വെള്ളത്തിലെ എല്ലാ മലിനതകളെയും ലയിപ്പിച്ച് അവയോടൊപ്പം സ്വയം ലയിച്ചു പോകുന്നു. അതുപോലെ ധ്യാനദശയിലെ കർത്തൃകാരണ അനുസന്ധാനം കൈവിടാനുള്ള യത്നം കർത്തൃകരണ അനുസന്ധാനം പിന്മാറുമ്പോൾ അതിനോടൊപ്പം സ്വയം പിന്മാറിക്കൊള്ളും. ഇങ്ങനെ കർത്തൃകരണ അനുസന്ധാനം തത്പരിത്യാഗ യത്നവും പിന്മാറുന്നതോടെ മലിനവാസനകളെപ്പോലെ ശുദ്ധവാസനകളും എല്ലാം ക്ഷയിച്ച് മനസ്സ് തികച്ചും വാസനാവിമുക്തമായി തീരും. ഇതുതന്നെ മനസ്സിൽ കണ്ടുകൊണ്ട് വസിഷ്ഠൻ പറയുന്നത് നോക്കുക. തസ്മാദ് വാസനയാ ബദ്ധം മുക്തം നിർവാസനം മനഃ രാമ നിർവാസനീ ഭാവമാഹരാശു വിവേകതഃ. അല്ലയോ രാമ, വാസന കൊണ്ടാണ് മനസ്സ് ബദ്ധമായി തീരുന്നത്. വാസന ഒഴിഞ്ഞുമാറിയ മനസ്സ് മുക്തമായി ഭവിക്കുന്നു. അതുകൊണ്ട് വിവേകത്തോടുകൂടി കഴിയുന്നതും വേഗം വാസന ഒഴിച്ചു മാറ്റാൻ യത്നിക്കൂ. നിലനിൽപ്പിലെ ശാശ്വതമായ സത്യം എന്തെന്നു വേണ്ടവണ്ണം വിചാരം ചെയ്തറിയാൻ ശ്രമിച്ചാൽ വാസനകൾ മാറിക്കിട്ടുന്നതാണ്. വാസനകൾ മാറിക്കിട്ടിയാൽ എണ്ണ തീർന്ന ദീപം പോലെ മനസ്സ് സ്വയം പൊലിയുകയും ചെയ്യും. ലോകവ്യവഹാരങ്ങളിൽ പെട്ടിരിക്കുമ്പോൾ പോലും ആരാണോ സത്യാനുഭൂതിയിൽ ഉണർന്നു വർത്തിക്കുന്നത്, ആർക്കാണോ ഇന്ദ്രിയ പ്രത്യക്ഷമായ പ്രപഞ്ചമില്ലാത്തതായി അനുഭവപ്പെടുന്നത്, ആരുടെ ബോധമാണോ വാസനകൾ ഒഴിഞ്ഞ് മാറി നിത്യശുദ്ധമായി സ്ഥിതി ചെയ്യുന്നത്, അങ്ങനെയുള്ളയാളാണ് ജീവൻ മുക്തൻ. ഇന്ദ്രിയ പ്രത്യക്ഷമായ പ്രപഞ്ചവുമായി ഇടപെട്ട് വ്യവഹരിച്ചു കൊണ്ടിരിക്കുമ്പോഴും ഉറക്കത്തിലെന്ന പോലെ ജീവൻ മുക്തൻ്റെ മനോവൃത്തികൾ നല്ല പോലെ അടങ്ങിത്തന്നെ സ്ഥിതി ചെയ്യുന്നു. കാലപൂർണനായ ചന്ദ്രനെ എന്ന പോലെ അദ്ദേഹത്തെ സജ്ജനങ്ങൾ സന്തോഷപൂർവം വണങ്ങുന്നു. മുക്തനായി പരമേശ്വരഭാവത്തിൽ വർത്തിക്കുന്ന ആ മഹാമതി ഹൃദയം കൊണ്ട് സർവവും വലിച്ചെറിഞ്ഞ് സ്വതന്ത്രനായി സസുഖം വിരാജിക്കുന്നു. സമാധി ശീലിക്കാതിരിക്കുകയോ ചെയ്യട്ടെ, കർമ്മങ്ങളിൽ മുഴുകുകയോ മുഴുകാതിരിക്കുകയോ ചെയ്യട്ടെ, ഉള്ളിൽ നിന്നും എല്ലാ ആശകളെയും ഒഴിച്ചുമാറ്റിയ മഹാൻ സത്യസ്ഥിതി നേടി മുക്തനായി ഭവിക്കുന്നു. കർമ്മമൊന്നും ചെയ്യാത്ത നൈഷ്കർമ്മ്യം കൊണ്ടോ നിരന്തരമായ കർമാനുഷ്ഠാനം കൊണ്ടോ അദ്ദേഹത്തിന് നേടാനും നഷ്ടപ്പെടാനും ഒന്നുമില്ല. വാസനകൾ ഒഴിഞ്ഞുമാറിയ ആൾക്ക് സമാധിയോ ധ്യാനങ്ങളോ ശീലിക്കാതിരിക്കുന്നത് കൊണ്ടോ വിശേഷിച്ചൊന്നും വരാനില്ല. വിചാരിതമലം ശാസ്ത്രം ചിരമുദ്ഗ്രാഹിതം വിധഃ സംത്യക്തവാസനാൻ മൗനാദ്രതേ നാസ്ത്യുത്തമം പദം. ശാസ്ത്രം ആവർത്തിച്ചു മനനം ചെയ്തു നോക്കി അറിവുള്ളവരുമായി വളരെ നേരം അന്യോന്യം ചർച്ച ചെയ്തു. വാസനകൾ മുഴുവൻ തുടച്ചു മാറ്റിക്കഴിഞ്ഞ മൗനസ്ഥിതിയിൽ കവിഞ്ഞ് ഒരു സത്യപദവും ഇല്ല തന്നെ. വാസനകൾ മുഴുവൻ ഒഴിഞ്ഞു മാറിയാൽ ദേഹയാത്ര തുടർന്നു കൊണ്ടുപോകാൻ ആവശ്യമായ ലൗകിക കർമ്മങ്ങൾ പോലും വിട്ടുപോവുകയില്ലേ എന്ന് ശങ്കിക്കാനില്ല. ഇവിടെ കണ്ണ്, ചെവി തുടങ്ങിയ ഇന്ദ്രിയങ്ങളുടെ വ്യവഹാരമാണോ വിട്ടുപോകുന്നത്, അതോ മനസ്സിൻ്റെ വ്യാപാരമോ? വാസനകൾ ഒഴിഞ്ഞു മാറിയാലും ഇന്ദ്രിയ വ്യാപാരം തുടർന്നു പോകാമെന്ന് വാസിഷ്ഠത്തിൽ ഉദ്ദാലകൻ വ്യക്തമാക്കിയിട്ടുണ്ട്. വാസനാഹീനമപ്യേതത് ചക്ഷുരാദീന്ദ്രിയം സ്വതഃ പ്രവർത്തത്തെ ബഹിസ്വാർത്ഥേ വാസനാനാത്ര കാരണം. വാസനകൾ ഒന്നുമില്ലെങ്കിലും കണ്ണ് മുതലായ ഇന്ദ്രിയങ്ങൾ സ്വാഭാവികമായി തന്നെ പുറത്ത് അതാതിൻ്റെ വിഷയങ്ങളിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കും. ഇന്ദ്രിയ പ്രവർത്തനത്തിന് കാരണം വാസനയല്ല, രാഗദ്വേഷങ്ങളില്ലാതെ മനോവ്യാപാരം തുടർന്നു പോകുന്നതിന് ഒരു വിരോധവുമില്ലെന്നാണ് വസിഷ്ഠൻ പ്രസ്താവിക്കുന്നത്. അയത്നോപനതേഷ്വക്ഷീ ദിഗ്ദ്രവ്യേഷു യഥാ പുനഃ നീരാഗമേവ പതതി തദ്വത് കാര്യേഷു ധീരധീഹി. ചുറ്റുപാടുമുള്ള പദാർത്ഥങ്ങളിൽ ഒരുവൻ്റെ കണ്ണ് വിശേഷിച്ച് രാഗദ്വേഷമൊന്നും കൂടാതെ എങ്ങനെയാണോ ചെന്നു പറ്റുന്നത്, അതുപോലെ ദേഹയാത്രയിലെ
പ്രാരബ്ധ കർമ്മങ്ങളിൽ ധീരനായ സത്യദർശി രാഗദ്വേഷ വിമുക്തനായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു. ഈ കാഴ്ചപ്പാടിൽ വേണം ജീവൻ മുക്തൻ്റെ പ്രാരബ്ധ അനുഭവത്തെ കണ്ടറിയേണ്ടത്. ഇക്കാര്യം വസിഷ്ഠൻ തന്നെ വീണ്ടും വിശദമാക്കുന്നുണ്ട്. ലോകഭോഗങ്ങളുടെ നിസ്സാരത ധരിച്ചുകൊണ്ടും സത്യാനുഭവത്തിൽ ഉറച്ചു നിന്നുകൊണ്ടും അനുഭവിക്കുന്ന ലോകസുഖങ്ങൾ സന്തോഷത്തിനല്ലാതെ ദുഃഖത്തിനിട നൽകുകയില്ല. അറിഞ്ഞുകൊണ്ട് അടുപ്പിക്കുന്ന കള്ളൻ നമ്മുടെ മുതൽ മോഷ്ടിക്കാതെ സദാ സുഹൃത്തായി വർത്തിക്കുന്നു. വഴിയാത്ര ചെയ്യുന്നയാൾ എങ്ങനെയാണോ ശങ്ക കൂടാതെ ഗ്രാമത്തിൽ കൂടി കടന്നു പോകുന്നത്, അതുപോലെ മാത്രമേ ദേഹയാത്രക്കിടയിൽ കടന്നു വരുന്ന ഭോഗ ഐശ്വര്യങ്ങളെ ഒരു മുക്തൻ നോക്കിക്കാണുന്നുള്ളൂ. ലോകഭോഗങ്ങൾ അനുഭവിക്കുന്നതിൽ തന്നെ വാസനാ വിമുക്തനും വാസനാബദ്ധനും തമ്മിൽ വലിയ ഭേദമുണ്ട്. സ്വർണ്ണത്താമര രാത്രിയിൽ കൂമ്പുന്നില്ല, അതുപോലെ വാസനാവിമുക്തൻ്റെ പ്രസന്നത ആപത്തിൽ മങ്ങിപ്പോകുന്നില്ല. അപ്പോഴപ്പോഴുള്ള അനുഭവത്തിനപ്പുറത്തായി അദ്ദേഹം ഒന്നും കുതിക്കുന്നില്ല. ധർമ്മമാർഗത്തിൽ നിന്നും വ്യതിചലിക്കാതെ തന്നെ സദാ സന്തുഷ്ടനായി വർത്തിക്കുന്നു. ഒന്നുകൊണ്ടും ഇളകിപ്പോകാത്ത സംതൃപ്തി വാസനാവിമുക്തൻ്റെ ഉള്ളിൽ പൂനിലാവ് പോലെ നിറഞ്ഞു തിങ്ങുന്നു. ചന്ദ്രന് ശൈത്യമെന്ന പോലെ ആപത്തിൽ പോലും അദ്ദേഹത്തിന് ഹൃദയശീതളത നഷ്ടപ്പെടുന്നില്ല. എങ്ങും സത്യത്തെ കണ്ട് സുഖിക്കുന്ന മഹാശയന്മാർ സമുദ്രത്തെപ്പോലെ ധർമ്മനീതിയുടെ അതിരുകൾ സദാ കാത്തുസൂക്ഷിക്കുന്നു. സൂര്യന്മാരെപ്പോലെ ആ മഹാത്മാക്കൾ കർമ്മഗതിക്കൊത്ത് വന്നുചേരുന്ന അനുഭവങ്ങളിൽ നിന്ന് ഓടിപ്പോകാൻ തുനിയുന്നുമില്ല. ജ്ഞാനസമാധി വിട്ടുണർന്ന് ലോകകാര്യങ്ങളിൽ ഏർപ്പെട്ട ജനകൻ്റെ മനോഭാവം ഇതിന് തെളിവാണ്. അദ്ദേഹം സമാധി വിട്ടുണർന്ന് ജനജീവിതം നോക്കിക്കണ്ടു. വാസനാവിമുക്തനായി ഉപശമിച്ച മനസ്സുകൊണ്ട് ഇങ്ങനെ ചിന്തിച്ചു: എനിക്കിവിടെ വിശേഷിച്ച് സ്വീകാര്യമായി എന്തുണ്ട്? യത്നം ചെയ്തു സമ്പാദിക്കാൻ എന്തിരിക്കുന്നു? സ്വതസിദ്ധവും അത്യന്ത നിർമ്മലവുമായി വിരാജിക്കുന്ന ബോധമായ എന്നിൽ മറ്റു കൽപ്പനകൾക്ക് പ്രസക്തി എവിടെ? നാഭിവാഞ്ചാമ്യസംപ്രാപ്തം സംപ്രാപ്തം നത്യജാമ്യഹം സ്വസ്ഥ ആത്മനി തിഷ്ഠാമി യന്മമാസ്തി തദസ്തു മേ. കിട്ടാത്തതൊന്നും ഞാൻ കൊതിക്കുന്നില്ല, കിട്ടിയതൊന്നും ഞാൻ ത്യജിക്കുന്നില്ല. ഞാൻ സ്വസ്ഥനായി ആത്മനിഷ്ഠനായി കഴിയുന്നു. എനിക്കെന്തു സംഭവിക്കുന്നുവോ അതൊക്കെ സംഭവിച്ചു കൊള്ളട്ടെ. ജനകൻ ഇങ്ങനെ ചിന്തിച്ചെണീറ്റു. സൂര്യൻ എങ്ങനെ ദിനരാത്രങ്ങൾ ഉണ്ടാക്കുന്നുവോ അതുപോലെ തികച്ചും നിസ്സംഗനായി അപ്പപ്പോൾ വന്നുചേരുന്ന കൃത്യങ്ങൾ അനുഷ്ഠിക്കാൻ തുടങ്ങി. വരാൻ പോകുന്നതിനെക്കുറിച്ച് ചിന്തിച്ച് വ്യാകുലപ്പെട്ടിട്ടില്ല. കഴിഞ്ഞതിനെ ഓർമ്മിച്ചു പരിതപിച്ചതുമില്ല. വർത്തമാന നിമിഷത്തിലെ കാര്യകലാപങ്ങളെ പുഞ്ചിരിത്തൂകിക്കൊണ്ട് അനുവർത്തിച്ചു. ഈ വിധമുള്ള വാസനാക്ഷയം ജീവൻ മുക്തിയെ ഉളവാക്കുന്നു. വാസനാക്ഷയ പ്രകരണം തീർന്നു. ഓഡിയോ ബുക്ക് തുടരുന്നതാണ്. അടുത്തത് മനോനാശ പ്രകരണം.